നിലവിൽ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് തന്നെയാണ് നിങ്ങൾ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഓഡിയോ എല്ലാം തന്നെ നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതിനുള്ള ഒരു നല്ല ഓപ്ഷനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മൊബൈൽ യൂസ് ചെയ്ത് തന്നെയാണ് വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഞാൻ ആദ്യമായി പർച്ചേസ് ചെയ്തിരുന്ന ഒരു മൈക്ക് എന്ന് പറയുന്നത് ഇത് ബോയിയുടെ BY-M1 എന്ന ഈ ഒരു മൈക്രോഫോണാണ്. ഒരുപാട് ക്രിയേറ്റേഴ്സ് എല്ലാം അവരുടെ ചാനലിൽ യൂസ് ചെയ്യുന്ന ഒരു നല്ല മൈക്രോഫോണാണ് BY-M1 എന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 6 മീറ്റർ ലെങ്ത്താണ് ഇതിൻ്റെ കേബിൾ വരുന്നത്. അതുപോലെ ഇത് നമുക്ക് ക്യാമറ അതുപോലെ ഫോണിലെല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ക്യാമറയിലാണ് ഇത് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഒരു ബാറ്ററി എല്ലാം നമുക്ക് ഇവിടെ ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ഒരു ബാറ്ററിയോടൊപ്പമാണ് ഇത് വരുന്നത്. ഈ ഒരു ബാറ്ററി എല്ലാം ഇട്ടതിന് ശേഷം ഇവിടെ ഒരു സ്വിച്ച് ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം ഉണ്ട്. ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ക്യാമറയിൽ നമുക്ക് ഡയറക്റ്റായി കണക്ട് ചെയ്ത് ഇത് റെക്കോർഡ് ചെയ്യാം. എന്നാൽ ഇങ്ങനെയല്ല, നിങ്ങൾ ഫോണെല്ലാം യൂസ് ചെയ്താണ് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് കരുതുക. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്വിച്ച് ഒന്നും തന്നെ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമുക്കിതിൻ്റെ ബാറ്ററി പവർ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഫോണിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി ഇത് റെക്കോർഡ് ചെയ്യാനെല്ലാം സാധിക്കും. ഇത് ഒരു ഓംനി ഡയറക്ഷണൽ കണ്ടൻസർ മൈക്രോഫോൺ എല്ലാമാണ്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ഇപ്പോൾ എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു മൈക്ക് പോലെ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്ലിപ്പ് എല്ലാം യൂസ് ചെയ്ത് ഇതിനോടൊപ്പം തന്നിരിക്കുന്ന ക്ലിപ്പ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. അതിനാൽ തന്നെ നിങ്ങളുടെ മൈക്രോഫോൺ ഇത് എടുത്ത് കാണിക്കുന്നൊന്നുമില്ല. അതുപോലെ വളരെ ചീപ്പായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയാണിത്. ഇപ്പോൾ ഇതിൽ ഫ്ലിപ്കാർട്ടിലെല്ലാം തന്നെ 800 റുപ്പീസിനടുത്തെല്ലാമാണ് ഈ ഒരു മൈക്കിനെല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള ഓഡിയോയിൽ നിന്ന് നല്ല രീതിയിൽ നിങ്ങളുടെ ഓഡിയോ ക്വാളിറ്റി എല്ലാം ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോഫോണാണിത്. അതുപോലെ നമുക്ക് ഇതിനോടൊപ്പം ഒരു വിൻസ്ക്രീൻ എല്ലാം ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു വിൻസ്ക്രീൻ എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് പേർ വളരെയധികം പോസിറ്റീവായ ഒരുപാട് കമൻസ് എല്ലാം നൽകിയിട്ടുള്ള ഒരു മൈക്രോഫോണാണിത്. ഏറ്റവും ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ലെങ്ത് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പലവിധ തരത്തിലുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെയും ഒരു ഫേവറേറ്റ് മൈക്കാണ് ഇത് എന്ന് പറയാം. വയർലെസ് മൈക്ക് എല്ലാം തന്നെ ഇപ്പോൾ ഒട്ടനവധി എല്ലാം ഉണ്ടെങ്കിലും പല ആളുകളും ഈ ഒരു വയേർഡ് മൈക്ക് എല്ലാം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ചില ചാനലുകളെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉള്ള ചാനലാണെങ്കിൽ കൂടി അവർ ഇപ്പോൾ ഇതുപോലെ വയർലെസ് ഒന്നുമല്ലാതെ ഈ ഒരു മൈക്രോഫോൺ എല്ലാം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു വോയിസ് ക്ലാരിറ്റി എല്ലാം നിങ്ങൾക്കിതിൽ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ബോയയുടെ ഈ ഒരു മൈക്രോഫോൺ എല്ലാം നേരത്തെ യൂസ് ചെയ്തവരുണ്ടോ? യൂസ് ചെയ്തവർ അവരുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരുപാട് പേർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മൈക്രോഫോണാണിത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ കണ്ടൻറ് ക്രിയേഷൻ എല്ലാം തന്നെ നെക്സ്റ്റ് സ്റ്റേജിലേക്കെല്ലാം കൊണ്ടുപോകേണ്ടവർക്കെല്ലാം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്